Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqqi liyudhhirahu ala ad-dini kullih walau karihal mushrikun. Allahumma salli ala Muhammadin wa ali Muhammad kama sallaita ala Ibrahim wa ali Ibrahim wa barik ala Muhammadin wa ali Muhammad kama barakta ala Ibrahim wa ali Ibrahim fil alamin innaka Hamidum Majid. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Was-sabiqunal awwaluna minal muhajirin wal ansari walladzina ittaba'uuhum bi ihsan radiyallahu anhum wa radu anhu wa a'adda lahum jannatin tajri tahtaha al-anharu khalidina fiha abada dhalikal fawzul azim. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ സൂക്ഷ്മതയും ഭക്തിയും പുലർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ എവിടെ വെച്ചാണ് ഇസ്ലാം വഴിമാറി സഞ്ചരിക്കാൻ ആരംഭിച്ചത്? പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും പിന്നീട് അതൊരു അപരിഷ്കൃതമായ നിയമവ്യവസ്ഥകളുടെയും ആചാര സമ്പ്രദായങ്ങളുടെയും ഒരു കൂടാരമായി തീരുകയും ചെയ്തത് എവിടം മുതലാണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു. മാനവവിരുദ്ധമായ, വേദവിരുദ്ധമായ, മൂല്യവിരുദ്ധമായ നിയമങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒരു സമാഹാരമാണ് ഇന്ന് നാം കാണുന്ന ഇസ്ലാം മതം. അവിടെ ശുദ്ധിവാദം, കേവല പദാർത്ഥവാദം, വ്യക്തിവൽക്കരിക്കപ്പെട്ട ദൈവസങ്കല്പം, അതുപോലെ വളരെ അനാകർഷണീയമായ പ്രതിലോമകരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ പ്രവാചകൻ, ഇതൊക്കെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ലോകത്തിന് മാതൃകയും ഉന്നത സ്വഭാവിയും എല്ലാ കാലത്തേക്കുമുള്ള ഗുരുവുമായി നിയോഗിതനായ മഹാപ്രവാചകൻ ഒരു വെറും ക്രിമിനലിൻ്റെ പശ്ചാത്തലത്തോളം താഴ്ന്നുപോയ അവസ്ഥയിലാണ് പലപ്പോഴും വേദങ്ങളൊക്കെ, ഈ ഹദീസ് കിതാബുകളൊക്കെയും ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പൊരുത്തക്കേട് നമുക്ക് അനുഭവപ്പെടുന്നു. ഖുർആൻ പറയുന്ന മുഹമ്മദ് നബിയെ നമ്മൾ മറ്റൊന്നായിട്ട് കാണുന്നു, പക്ഷേ അവതരിപ്പിക്കുന്ന മുഹമ്മദ് നബി ആണെങ്കിൽ ധാരാളം പെണ്ണ് കെട്ടിയ ഇങ്ങനെയൊക്കെ കാണുന്ന ഒരാൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പൊരുത്തക്കേട് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ മരണത്തോടുകൂടി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ നാം വിശകലനം ചെയ്യേണ്ടി വരുന്നത്. അത് വിശകലനം ചെയ്തെങ്കിലേ കാര്യങ്ങൾ ബോധ്യപ്പെടുകയുള്ളൂ. താൻ ഇരിക്കുന്നത് ചെളിക്കുണ്ടിലാണെന്ന്, താൻ ഇരിക്കുന്നത് ദുർഗന്ധം വമിക്കുന്ന ഒരു വൃത്തികെട്ട ഇടത്തിലാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് നാം ചെയ്യുന്ന ഈ പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട്
നമ്മുടെ ഈ പ്രവർത്തനത്തിൽ, ഈ തുറന്നു പറച്ചിലിൽ ആർക്കെങ്കിലും അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ അവർ അസ്വസ്ഥരായിക്കൊള്ളട്ടെ എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ മൂടി വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, ഈ വക കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഇറങ്ങുന്ന പണ്ഡിതന്മാരോ പണ്ഡിതന്മാരെന്ന് ആരോപിക്കപ്പെടുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം എന്നെ വിട്ടേക്കുക. എൻ്റെ വിത്തും പേരും അന്വേഷിക്കുകയും എൻ്റെ ജാതകം പരിശോധിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് ഈ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി പറയണം. ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലേ, ഞാൻ എന്തോ ആവട്ടെ, അത് കുറേ കാലമായല്ലോ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. അതൊഴിവാക്കിയിട്ട് വിഷയത്തെ സ്പർശിച്ച് സംസാരിക്കണം. ഈ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലേ എന്ന്. ഇന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അക്കാര്യം തന്നെയാണ്. മുആവിയ എന്ന് പറയുന്ന ഒരു വ്യാജ സഹാബിയാണ്. പ്രവാചക ശിഷ്യൻ എന്ന പേരിൽ അഭിനയിച്ച് രംഗത്ത് വന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഇങ്ങനെ വികൃതമാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ മുആവിയയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, അദ്ദേഹം വഹി എഴുത്തുകാരനാണ്, അദ്ദേഹം പ്രവാചകൻ പ്രാർത്ഥിച്ചയാളാണ് എന്നൊക്കെയാണ്. എങ്കിലൊരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിം എന്ന് പറയുന്ന ഒരു ഹദീസ് സമാഹാര ഗ്രന്ഥമുണ്ടല്ലോ, ബുഖാരി കഴിഞ്ഞാൽ രണ്ടാമതായി എണ്ണുന്നതാണ് മുസ്ലിം. മുസ്ലിമിൻ്റെ സഹീഹിൽ ഒരധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ പേര് ബാബു മൻ ലഅനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ സബ്ബഹു ഔ ദഅ അലൈഹി. പ്രവാചകൻ ശപിച്ചവരെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. പ്രവാചകൻ ശപിച്ചവരെ കുറിച്ച് പറയുന്ന അധ്യായം. ഇത് ഷിയ പുസ്തകത്തിലൊന്നും അല്ല കേട്ടോ, ഇതുള്ളത് മുസ്ലിമിലാണ്. ബാബു മൻ ലഅനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ശപിച്ച ആളുകളെ കുറിച്ച് പറയുന്ന അധ്യായം. അതിൽ 2604 ഹദീസ്, മുസ്ലിമിലെ 2604 ഹദീസ് ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല, അദ്ദേഹം പറയുന്നു, കുന്തു അൽ അബു മഅസിബിയാൻ, ഞാൻ കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ജാ റസൂലുള്ളാഹ്, പ്രവാചകൻ വന്നു. എന്നിട്ട് വഖാല, എന്നോട് പറഞ്ഞു, ഇദ്ഹബ് വദ്ഉ ലി മുആവിയ, നീ പോയിട്ട് മുആവിയനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഖാല, അദ്ദേഹം പറയുന്നു, ഫജിഅ്തു, ഞാൻ പോയി. ഫഖുൽതു, ഞാൻ തിരിച്ചു വന്നിട്ട് നബിയോട് പറഞ്ഞു, ഹുവ യഅ്കുൽ, അവൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. സുമ്മ ഖാല, പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഈ നബി പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഉ ലി മുആവിയ, ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവനെ വിളിച്ചിട്ട് വന്നു പറഞ്ഞു. അപ്പോഴും ഞാൻ പോയി, അവൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഭക്ഷണത്തിൻ്റെ മുമ്പിലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഹുവ യഅ്കുൽ, അവൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് വീണ്ടും ആവർത്തിച്ചു. മൂന്നാമത്തെ തവണയും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സുമ്മ ഖാല, പ്രവാചകൻ പറഞ്ഞു, ലാ അശ്ബഉല്ലാഹു ബത്നഹു, അവൻ്റെ വയറൊരിക്കലും നിറയുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മുആവിയയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതാണത്. ഒരിക്കലും വയറു നിറയാത്ത ആർത്തിപ്പണ്ടാരമാണ് മുആവിയ. മുആവിയ ഒരു ഗുണവുമില്ലാത്ത മനുഷ്യനാണ് എന്നർത്ഥം. ഇത് പ്രവാചകൻ പറഞ്ഞതായിട്ട് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഞാൻ നമ്പറടക്കം പറഞ്ഞല്ലോ കാണുന്നു. എന്ത് പറയുന്നു? പക്ഷേ ഇതിനെ സംബന്ധിച്ച് ചില ടിപ്പണികൾ എഴുതി വച്ചിട്ടുണ്ട്. എഴുതിച്ചത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിങ്ങനെയാണ്, അന്ന മുആവിയ ലം യകുൻ മുസ്തഹിഖൻ ലിഹാദ ദുആ, യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് മുആവിയ അർഹനായിരുന്നില്ല, പ്രവാചകൻ എന്തോ തെറ്റി പ്രാർത്ഥിച്ചതാണ് എന്ന് അതിൻ്റെ താഴെ ടിപ്പണിയായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ശറഹുകളിലൊക്കെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നു എന്നർത്ഥം. ഇങ്ങനെ പ്രവാചകൻ ശപിച്ച, പ്രവാചകൻ തള്ളിക്കളഞ്ഞ, നന്നാവില്ലെന്ന് പറഞ്ഞ, ആർത്തിപ്പണ്ടാരം എന്ന് പറഞ്ഞ കക്ഷിയാണ് മുആവിയ. അവനാണ് പിന്നീട് ഇസ്ലാമിൻ്റെ രക്ഷകനായി വന്ന് ഇസ്ലാമിൻ്റെ മൊത്തം കുത്തക ഏറ്റെടുത്ത് പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ മുഴുവനും, അതിൻ്റെ ആധ്യാത്മികതയെ, അതിൻ്റെ സർഗാത്മകതയെ, അതിൻ്റെ നനവിനെ, അതിൻ്റെ ആർദ്രതയെ, അതിൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമായും നശിപ്പിച്ച് അതൊരു ഗോത്ര മതമാക്കി മാറ്റി ഇന്ന് കാണുന്ന ഈ വരണ്ട ഭീകരതയും തീവ്രവാദവും പിന്നെ
മേന്മാവാദവും ശുദ്ധിവാദവും എല്ലാം ഉൾക്കൊള്ളുന്ന മറ്റൊരു മതമാക്കി മാറ്റിയത് ആരാണെന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. തീർന്നില്ല. മുആവിയയുടെ മഹത്വം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എങ്കിൽ ഞാൻ താരീഖ് തബ്രിയിൽ നിന്നുള്ള ഒരു ഉദ്ധരണി വായിക്കാം. ഈ മുസ്ലിയാക്കൂട്ടം മറുപടി പറയട്ടെ. താരീഖ് തബ്രി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ആധികാരിക ചരിത്ര ഗ്രന്ഥമായ താരീഖ് തബ്രിയിൽ പറയുന്നു, മുആവിയ തൻ്റെ ഗവർണർമാർക്ക് നിർദ്ദേശം കൊടുത്തു. എന്താ നിർദ്ദേശം കൊടുത്തെന്നറിയോ? ഫമുആവിയ സന്ന, അയാൾ നടപ്പിലാക്കി, ഷത്മി അലി ഇബ്നു അബി താലിബ്, അബൂ താലിബിനെ ചീത്ത പറയണം, അലൽ മനാബിരി, മിമ്പറുകളിൽ വെച്ച്, പള്ളികളിലെ മിമ്പറുകളിൽ വെച്ച് ഖുതുബകളിൽ, വെള്ളിയാഴ്ച ഖുതുബകളിൽ അലി ഇബ്നു അബി താലിബിനെ ചീത്ത പറയണം എന്ന് സർക്കുലർ കൊടുത്തു, ഓർഡർ കൊടുത്തു, ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ വിജ്ഞാപനം കൊടുത്തു. എന്താ കൊടുത്തത്? മിമ്പറുകളിൽ വെച്ച് അലി ഇബ്നു അബി താലിബിനെയും അലി ഇബ്നു അബി താലിബിൻ്റെ കൂടെയുള്ളവരെയും ശത്മ ചെയ്യണം, ചീത്ത പറയണം, മോശപ്പെടുത്തി സംസാരിക്കണം എന്ന് ഓർഡർ കൊടുത്തു. വൽ ഇന്തിഖാസി വൽ ഇസ്തിഹ്സാഇ മിൻഹു വമിൻ അഹ്ലിഹി വഅൻസാരി, അലി ഇബ്നു അബി താലിബിൻ്റെ കുടുംബത്തെയും അലി ഇബ്നു അബി താലിബിൻ്റെ കൂടെ നിൽക്കുന്നവരെയും ചീത്ത പറയാനും നിന്ദിക്കാനും കുറച്ച് കാണിക്കാനും പരിഹസിക്കാനും ഔദ്യോഗികമായി ഓർഡർ കൊടുത്തു എന്ന് താരീഖ് തബ്രിയിൽ 5-ാമത്തെ വോള്യത്തിൽ 253-ാമത്തെ പേജിൽ എഴുതി വച്ചിരിക്കുന്നു. സഹാബിമാരെ ചീത്ത പറയാമോ എന്ന് വിലപിക്കുന്ന മൗലവി കൂട്ടങ്ങളെ, നിങ്ങൾ പറയൂ, ഇതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഇനി മലയാളത്തിൽ ഇത് വായിക്കണോ? അബുൽ അഅല മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എഴുതിയ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, ഉമർ ബിൻ അബ്ദുൽ അസീസ് കൊണ്ടുവന്ന ആദ്യത്തെ പരിഷ്കാരം മിമ്പറുകളിൽ വെച്ച് അലി ഇബ്നു അബി താലിബിനെ ചീത്ത പറയുന്നത് നിർത്തി എന്നുള്ളതാണ്. അതാര് തുടങ്ങി? ഉമർ ബിൻ അബ്ദുൽ അസീസ് മിമ്പറുകളിൽ വെച്ച് ചീത്ത പറയുന്നത് നിർത്തലാക്കി. എന്നിട്ട് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ദുകും ലഅല്ലകും തദക്കറൂൻ എന്ന് ഇപ്പം നിങ്ങൾ എല്ലാ സുന്നി പള്ളികളിൽ പോയാലും ഖുത്ബയുടെ അവസാനം ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തുടങ്ങിയതാണ്. എന്തിനു പകരം? അലി ഇബ്നു അബി താലിബിനെയും കുടുംബത്തെയും ചീത്ത പറയുന്നതിന് പകരം ഇങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അമവി രാജാക്കന്മാരിലെ ഒരു നല്ല മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണത്. ഇവിടെയും തീർന്നില്ല. അലി ഇബ്നു അബി താലിബിനെ ചീത്ത പറയാത്തതിൻ്റെ പേരിൽ ഗവർണറെ പുറത്താക്കിയിട്ടുണ്ട് മുആവിയ. നമ്മൾ നോക്കൂ, മുഗീറത്ത് ബിൻ ശുഅബയെ കൂഫയുടെ ഗവർണറായി നിശ്ചയിച്ചപ്പോൾ രാജാവായ മുആവിയ അദ്ദേഹത്തിന് കൊടുത്ത കർശനമായ നിർദ്ദേശം, ലാ തത്തഹിം മൻ ശത്മി അലിയിൻ വാഹ്ലിഹി, അലിയിനെയും കുടുംബത്തെയും ചീത്ത പറയുന്നതിൽ ഒരു കുറവും വരുത്തരുത്. നോക്കണം നിങ്ങൾ, അലിയിനെയും കുടുംബത്തെയും മിമ്പറിൽ വെച്ച്, പള്ളിയിലെ മിമ്പറിൽ വെച്ച് ചീത്ത പറയുന്നിടത്തൊരു കുറവും വരുത്തരുത്. വത്തറഹ്മി അലാ ഉസ്മാൻ വൽ ഇസ്തിഗ്ഫാർ ലഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നിടത്തും ഒരു കുറവും വരുത്തരുത്. വൽ ഐബി അലാ അസ്ഹാബി അലിയൻ വൽ ഇഖ്സാഇ ലഹും, അലി ഇബ്നു അബി താലിബിനെയും കൂടെയുള്ളവരെയും പരമാവധി കൊച്ചാക്കി നിന്ദിച്ച് സംസാരിക്കണം. മിമ്പറിൽ വെച്ച് ചെയ്യണമെന്ന് രാജാവ് ഗവർണർക്ക് ഉത്തരവ് കൊടുക്കുകയാണ്, ചില്ലറ കാര്യമല്ല. ഇത് താരീഖുൽ തബ്രിയിൽ തന്നെ 5-ാമത്തെ വോള്യത്തിൽ 254-ാമത്തെ പേജിൽ എഴുതി വച്ചിരിക്കുന്നു. മുആവിയ തൻ്റെ ഗവർണർക്ക് കൊടുത്ത നിർദ്ദേശം എവിടെ വെച്ച്? മസ്ജിദുൽ ഹറാമിലെ, ഏറ്റവും വിശുദ്ധമായ പള്ളിയെന്ന് വിശ്വസിക്കുന്ന മസ്ജിദുൽ ഹറാമിലെ മിമ്പറിൽ വെച്ച് ലാനല്ലാഹു അലിയൻ വൽ ഹസന വൽ ഹുസൈൻ, അല്ലാഹു അലിയിനെയും ഹസനെയും ഹുസൈനെയും ശപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു 40 വർഷം, 20 ചില്ലാനം വർഷം മക്കയിലെ പള്ളിയിൽ വെച്ച് ശാപപ്രാർത്ഥന നടത്തി. 20 അല്ല, ഏതാണ്ട് 40ഓളം വർഷം മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ വെച്ച് ശാപപ്രാർത്ഥന നടത്തി. കൂഫയിലെയും സിറിയയിലെയും ഈജിപ്തിലെയും ജോർദാനിലെയും തായിഫിലെയും പള്ളികളിൽ വെച്ച് ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറി ശാപപ്രാർത്ഥന നടത്തി.
നടത്താൻ ഓർഡർ കൊടുത്തു. അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ ഖത്തീബിനെ പിരിച്ചുവിടുകയോ കൊല്ലുകയോ ചെയ്തു. മുആവിയ ചെയ്തിട്ടില്ലെന്ന് പറയാൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ തബരി മാറ്റിവെക്കേണ്ടി വരും, മൗദൂദിയെ മാറ്റിവെക്കേണ്ടി വരും. ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നു. എന്താ പറയാനുള്ളത്? ഈ മുആവിയയാണോ മാന്യൻ? ഇയാളാണോ സഹാബി? ഇയാളെയാണോ മഹാൻ എന്ന് പറയേണ്ടത്? ഇയാൾക്ക് വേണ്ടിയാണോ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടത്? പ്രവാചകന്റെ മക്കളെ ഹസൻ ഹുസൈൻ ഒക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുമല്ലോ ഈ മുസ്ലിയാക്കൂട്ടം. വയത് പറയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വിഷയമാണല്ലോ അത്. എങ്കിൽ ഈ ഹസൻ തങ്ങളെ ചീത്ത പറയുന്ന ഒരാളെ ചീത്ത പറയാൻ വേണ്ടി ഏർപ്പാടാക്കി അതിനു വേണ്ടി ശമ്പളം കൊടുത്ത് ആളുകളെ നിശ്ചയിച്ച ആളെ കുറിച്ച് എന്ത് പറയുന്നു? അവിടെയും കഴിഞ്ഞില്ല. ഈ മുആവിയയുടെ മകൻ യസീദ്, മദ്യപൻ, സകലമാന തെമ്മാടിത്തങ്ങളുള്ള വ്യക്തി, റോഡരികിൽ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുമ്പോൾ 3-4 ആളുകൾ ചേർന്നിട്ടാണ് ഇയാളെ പിടിച്ചിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നത്. ഇയാളെ രാജാവാക്കി. ഈ യസീദ് എന്ന് പറയുന്ന ആൾക്കൊരു മകനുണ്ടായിരുന്നു. അയാളുടെ പേര് മുആവിയ എന്നാണ്. ഉപ്പാൻ്റെ പേര് മകനിട്ടു. ഈ മുആവിയ നല്ല മനുഷ്യനാണ്, ഈ ചെറുപ്പക്കാരൻ മുആവിയ. അങ്ങനെ യസീദ് മരിച്ചു പോയപ്പോൾ ഈ മുആവിയാണ് രാജാവായിട്ട് വന്നത്, മകൻ മുആവിയ. ആ മുആവിയ രാജസ്ഥാനം ഏറ്റെടുത്തിട്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. നുജൂമുസ്സാഹിറ എന്ന കിതാബിൽ ജമാലുദ്ദീൻ അൽ ഹനഫി എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ എഴുതിയ നുജൂമുസ്സാഹിറ എന്ന കിതാബിൽ 1-ാമത്തെ വോള്യം 164-ാമത്തെ പേജിൽ എഴുതി വച്ചിരിക്കുന്നു, ഇന്ന ഹാദിഹിൽ ഖിലാഫത്തു ഹബ്ലുല്ലാഹ്. ആരാ പറയുന്നത്? ഈ മുആവിയ എന്ന് പറയുന്ന പ്രവാചകന്റെ വ്യാജ ശിഷ്യനെന്ന് അഭിനയിച്ച ആളുടെ മകൻ യസീദിന്റെ മകൻ പുതിയ രാജാവായിട്ടുള്ള മുആവിയ എന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്ന ഹാദിഹിൽ ഖിലാഫത്തു ഹബ്ലുല്ലാഹ്. നമ്മളിപ്പോൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഖിലാഫത്ത് അള്ളാഹുവിന്റെ പാശമാണ്. വ അന്ന ജദ്ദി മുആവിയ നാസിഉൽ അംരി അഹ്ലഹു വമൻ ഹുവ അഹഖു ബിഹി മിൻഹു അലി ഇബ്നു അബീ താലിബ്. എൻ്റെ വല്യുപ്പിയായ മുആവിയ അതിനർഹതപ്പെട്ടവരിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ ഖിലാഫത്ത്. എൻ്റെ വല്യുപ്പിയായ മുആവിയ അർഹരായ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ ഖിലാഫത്ത്. വറകിബ ബികും മാ തഅലമൂന ഫസാറ ഫീ ഖബ്രിഹി റഹീനം ബിദുനൂബിഹി. അയാളിപ്പോൾ അയാളുടെ പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് വല്യുപ്പാനെ കുറിച്ച് പറയാണ്, കൊച്ചുമോൻ. അയാളിപ്പോൾ അയാളുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. സുമ്മ ഖുല്ലിദ അബി. പിന്നെ എൻ്റെ പിതാവായ യസീദ് ഇതിൻ്റെ അധികാരിയായി വന്നു. വകാന ഗൈറു അഹ്ലി ലഹു. ഒരിക്കലും അയാൾ ഇതിനർഹനായിരുന്നില്ല. എൻ്റെ വാപ്പ ഇതിനർഹനായിരുന്നില്ല. വസാറ ഫീ ഖബ്രിഹി റഹീനം ബിദുനൂബിഹി. അയാളും അയാളുടെ പാപങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. വഖദ് ഖതല ഇത്രത റസൂലില്ല. എൻ്റെ വാപ്പ പ്രവാചക കുടുംബത്തെ കൊന്നൊടുക്കി. വ അബാഹൽ ഹംറ. മദ്യം അനുവദിച്ചു. വഖറബൽ കഅബ. കഅബയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. എൻ്റെ വല്യുപ്പയും എൻ്റെ ഉപ്പയും ഒക്കെ ഖബറിൽ അവർ അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ചൊഴിഞ്ഞ മുആവിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തെ, മുആവിയയെയും യസീദിനെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ആ പേരക്കുട്ടി പറഞ്ഞ ആ വാക്കെങ്കിലും ഒന്ന് ഓർക്കണ്ടേ മുസ്ലിയാക്കൂട്ടമേ, മൗലവിക്കൂട്ടമേ? നിങ്ങൾ മുആവിയയെ അന്ധമായി ന്യായീകരിക്കുകയും മുആവിയയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മുആവിയയുടെ പേരക്കുട്ടി തൻ്റെ വല്യുപ്പയെക്കുറിച്ചും ബാപ്പയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർത്തൂടെ? എന്നിട്ട് നിങ്ങൾക്ക് അത് ഒന്ന് നന്നാക്കി പറഞ്ഞൂടെ? എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട്, വ്യക്തമായിട്ട്, സത്യമായിട്ട് സമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്തിനാണ് ഈ തെമ്മാടിക്കൂട്ടം എന്ന് ഞാൻ പറഞ്ഞല്ല, പിന്നെയോ റസൂലുള്ള പറഞ്ഞത്, മുആവിയയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? വൈഹൻ ലി അമ്മാർ, വൈഹൻ യാ അമ്മാർ. പ്രവാചകന്റെ പ്രിയപ്പെട്ട യാസിറിന്റെ മകൻ അമ്മാറിന്റെ മുഖത്ത് നോക്കി റസൂൽ പറഞ്ഞു, വൈഹൻ അമ്മാർ, അമ്മാറേ ഞാനൊന്ന് പറയട്ടെ, ഖതലത്തുൽ ഫിഅത്തുൽ ബാഗിയ. ഈ അമ്മാറിനെ ഒരു തെമ്മാടിക്കൂട്ടം കൊന്നുകളയും, അമ്മാറിനെ ഒരു തെമ്മാടിക്കൂട്ടം കൊന്നുകളയും എന്ന് പ്രവാചകൻ, തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ, ഒരു തെമ്മാടിക്കൂട്ടമാണ് അമ്മാറിനെ കൊല്ലുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് ബുഖാരിയിലുള്ളതാണ് കേട്ടോ, ഏതെങ്കിലും ഷിയാ കിതാബിലുള്ളതല്ല, ബുഖാരിയിലുള്ളതാണ്. വൈഹൻ അമ്മാർ, അമ്മാറേ നീ ഒന്നറിയുക, തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ, നിന്നെ കൊല്ലുന്നത്, അമ്മാറിനെ കൊല്ലുന്നത് ഒരു തെമ്മാടിക്കൂട്ടമായിരിക്കും. യദ്ഊഹും ഇലൽ ജന്ന,
അമ്മാർ സ്വർഗത്തിലേക്ക് നയിക്കുന്നു, വയദ്ഊനഹു ഇലന്നാർ, ആ തെമ്മാടിക്കൂട്ടം നരകത്തിലേക്ക് കുതിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് ബുഖാരി. ആരാണ് അമ്മാറിനെ കൊന്നത്? അമ്മാറിനെ കൊന്നത് മുആവിയ. ആരാണ് തെമ്മാടിക്കൂട്ടം? മുആവിയയുടെ കൂട്ടം. റസൂലുള്ള പറഞ്ഞതല്ലേ, ബുഖാരി എഴുതി വെച്ചതല്ലേ? ഇതെങ്കിലും ഓർത്തിട്ട് മനസ്സിലാക്കിക്കൂടെ? പ്രവാചകന്റെ പ്രിയപ്പെട്ട സുമയ്യയുടെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട യാസിറിന്റെ മകനാണ് അമ്മാർ. എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പ്രവാചകനെ ശക്തിപ്പെടുത്തിയ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ സിഫീൻ യുദ്ധത്തിൽ നിഷ്ഠൂരം വധിച്ചു കളഞ്ഞത് മുആവിയ എന്ന ക്രൂരനല്ലേ? ആ അയാളെക്കുറിച്ചല്ലേ റസൂല് പറഞ്ഞത് തെമ്മാടിക്കൂട്ടമെന്ന്? ഇങ്ങനെ തെമ്മാടിക്കൂട്ടത്തിന്റെ നായകനായ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കി? ഇസ്ലാമിൽ എന്തൊക്കെ മാറ്റങ്ങൾ അയാൾ വരുത്തി? എറിഞ്ഞുകൊല്ലുക എന്ന് പറയുന്ന പ്രാകൃതമായ ആചാരം മുഹമ്മദ് നബി നിർത്തലാക്കി. മുആവിയ അത് തിരികെ കൊണ്ടുവന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകൻ നടപ്പിലാക്കിയതൊക്കെയും മുആവിയ റദ്ദ് ചെയ്തു. ഇസ്ലാമിന് വിരുദ്ധമായ, മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങളൊക്കെയും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നു. അങ്ങനെ പ്രവാചകൻ നിർത്തലാക്കിയ ഗോത്ര ആചാരങ്ങൾ, അപരിഷ്കൃതമായ നിന്ദ്യമായ ആചാരങ്ങളൊക്കെയും ഭരണത്തിന്റെ തണലിൽ തിരികെ കൊണ്ടുവന്നു. ഇതിനു വേണ്ടി കൊട്ടാരത്തിൽ ആളെ നിർത്തി. ഒരു ഹദീസിന് 1 ദീനാർ. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരു ഹദീസ് ഉണ്ടാക്കുന്നതിന് ഒരു പവൻ, 1 ദീനാർ. അങ്ങനെയായിരുന്നു. ഹദീസ് ഫാക്ടറികൾ ഉണ്ടാക്കി. തനിക്ക് ആവശ്യമായ ഹദീസുകളൊക്കെയും ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ മഹത്വപ്പെടുത്തേണ്ടവരെ മഹത്വപ്പെടുത്തി, നിന്ദിക്കേണ്ടവരെ നിന്ദിച്ചു. അബൂദർ അൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയായ സ്വഹാബി, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ്, തൻ്റെ സകല സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് പ്രവാചകന്റെ ശിഷ്യനായി, ജ്ഞാനത്തിൽ ആകൃഷ്ടനായി പ്രവാചകന്റെ മുന്നിൽ വന്ന് കുത്തിരുന്ന് പട്ടിണി കിടന്ന് പ്രവാചകനിൽ നിന്ന് പഠിച്ച ഒരു മഹാമനുഷ്യൻ അബൂദർ അൽ ഗിഫാരി. എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നതിന് ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നിടത്താണ് അദ്ദേഹം അതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രവാചകന്റെ മുന്നിൽ വന്നിരുന്നത്. ആ സഹാബി എന്താ സംഭവിച്ചെന്നറിയോ? അദ്ദേഹം സിറിയയിലായിരുന്നു. സിറിയയിൽ നിന്ന് മുആവിയ നാട് കടത്തി മദീനയിൽ വന്നു. മദീനയിൽ നിൽക്കാൻ സമ്മതിച്ചില്ല മർവാനും സംഘവും. അങ്ങനെ മദീനയിൽ നിന്ന് റബദ മരുഭൂമിയിലേക്ക് നാട് കടത്തിയിട്ട് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, ആരോരുമില്ലാതെ ഒറ്റക്ക് മരിച്ചുപോയി. എന്നിട്ട് മരുഭൂമിയിൽ തനിച്ച് മരിച്ചു കിടക്കുന്ന മയ്യത്ത് ആഴ്ചകൾക്ക് ശേഷം അതിലേ പോയൊരു യാത്രാ സംഘം കണ്ട് എടുത്തു നോക്കുമ്പോൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട അബൂദർ അൽ ഗിഫാരി. ആരാ നാട് കടത്തിയത്? ആരാ കൊന്നുകളഞ്ഞത്? മുആവിയ. ഇത്രയും ക്രൂരനായ മറ്റൊരു മനുഷ്യനെ ചരിത്രത്തിൽ കാണിക്കാൻ ഒക്കുമോ? എന്നിട്ട് പറയും ബൈസന്റെയും പിടിച്ചടക്കി, ഈജിപ്തിനെ കൊണ്ടുവന്നു. അദ്ദേഹം ജനങ്ങളെയൊക്കെ കൂടെ നിർത്തി. അക്രമികളായ ഭരണാധികാരികൾ, അഴിമതിക്കാരായ ഭരണാധികാരികൾക്ക് പണം സ്വന്തം പോലെ ഉപയോഗിച്ച് കൂലിപ്പട്ടാളത്തെ കൂടെ നിർത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ നീതി നടപ്പിലാക്കിയോ, മാന്യമായി ജനങ്ങളോട് പെരുമാറിയോ എന്നല്ലേ നോക്കേണ്ടത്? പ്രവാചകനെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്ത് ഇമാതിരി നിഷ്ഠൂര കൃത്യങ്ങളൊക്കെ നടത്തിയ മുആവിയ, അയാളുണ്ടാക്കിയ ഒരു മതം, ആ മതം പ്രവാചകന്റെ മതത്തിൽ നിന്ന് തീർത്തും ഭിന്നമാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങളൊന്നും അവിടെയില്ല. തസവുഫ് നിങ്ങൾ നോക്കൂ. തസവുഫ്, സൂഫിസം എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ സൂഫിസം എന്ന് വ്യവഹരിക്കുന്ന തസവുഫ്, ഇസ്ലാമിന്റെ ആർദ്രമായ, ഇസ്ലാമിന്റെ ആഴമുള്ള വശങ്ങളൊക്കെയും കിടക്കുന്ന അവിടെയാണ്. അതിലാണ് ഇരിക്കുന്നത്. അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി. എന്നിട്ട് ഇസ്ലാമിനെ കർമ്മശാസ്ത്ര മതമാക്കി മാറ്റി. പള്ളികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മുആവിയ. പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 1 2 ഒന്നല്ല, ഇഷ്ടം പോലെ പള്ളികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ ആ പള്ളികളുമായി ബന്ധപ്പെടുത്തി കേന്ദ്രീകരിച്ച് അനുഷ്ഠാനങ്ങളിൽ നിങ്ങളൊക്കെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോളി, നിങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ സുന്നത്തും അതിൻ്റെ ഹൈആത്തും അതിൻ്റെ അബാദും അതിൻ്റെ കറാഹത്തും അതിൻ്റെ വാജിബും അതിൻ്റെ ഷർത്തും ഒക്കെ ചർച്ച ചെയ്തോളി. അതിന് പള്ളിയിലൊരു ഉസ്താദും അങ്ങനെ അവിടെ തൊട്ടാ വുളു മുറിയുമോ, ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ വുളു തിരിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിലിങ്ങനെ ചർച്ച ചെയ്ത് മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും മറപ്പിച്ച് ഷണ്ഡീകരിച്ച് മനുഷ്യനെ വെറും അനുഷ്ഠാന ജീവിയാക്കി മാറ്റിയവൻ മുആവിയ. മതത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും എടുത്തു കളഞ്ഞു.
എന്നിട്ട് അത് വെറും ഈ ഒരു അനുഷ്ഠാന കർമ്മബന്ധിതമായ മറ്റൊരു സാധനമാക്കി മാറ്റി. ഒന്നുമില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഗ്രന്ഥങ്ങളിൽ 99% എന്താണ്? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. 14 വർഷം ദർസിൽ പഠിച്ചവനാണ് ഞാൻ. 14 വർഷം ഞാൻ എന്താ പഠിച്ചത്? മുത്തഫരീദിൽ നിന്ന് തുടങ്ങി, നൂറുൽ അബ്സാറിൽ നിന്ന് തുടങ്ങി, ഉംദ, ഫതുഹുൽ മുഈൻ, ജമ്മുൽ ജവാമി. ഒരു മനുഷ്യന്റെ പുരുഷായുസ് മുഴുവനും പഠിക്കുന്നത് വുദൂ മുറിയുന്ന കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, അബ്ആദ്, ഹൈആത്ത്, അവിടെ തൊട്ടാൽ ഇവിടെ തൊട്ടാൽ, അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ, കർമ്മശാസ്ത്രം, കർമ്മശാസ്ത്രം, മറ്റൊന്നില്ല. ഇത് മാത്രം. കർമ്മശാസ്ത്രമാണ് മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഇത്ര മാത്രം ഉണ്ടോ പഠിക്കാൻ? മറ്റൊന്നുമില്ല. വേറെ ഒന്നും ആരെയും പഠിപ്പിക്കുന്നില്ല. ഈ മുസ്ലിയാക്കൂട്ടങ്ങൾ മുഴുവൻ പഠിക്കുന്നത് കർമ്മശാസ്ത്രമാണ്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്രസംഗിക്കും. മനുഷ്യന്റെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെടുന്ന ഒരു കാര്യവും മതവിജ്ഞാനം എന്ന പേരിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. ഇങ്ങനെ ഈ മതത്തെ ആക്കി തീർത്തവന്റെ പേരാണ് മുആവിയ. അയാൾക്ക് പിറകെ വന്ന രാജാക്കന്മാർ, പിന്നെ തുടർന്ന് അബ്ബാസികൾ, ഇവരൊക്കെയും ഈ പുസ്തകങ്ങൾ ആധികാരികമെന്ന് കരുതി അറബിയിൽ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്നതെല്ലാം ആധികാരികമെന്ന് കരുതി വായിച്ച് വലിയ വായിൽ പ്രസംഗിക്കുന്നവർ ഓർക്കണം, നിങ്ങൾ നിലകൊള്ളുന്നത് മുആവിയൻ മതത്തിലാണ്, മുഹമ്മദി മതത്തിലല്ല. നിങ്ങൾ നിലകൊള്ളുന്നത് ഇലാഹി മതത്തിലല്ല. പിന്നെയോ അത് ശൈത്താനീയത്തിന്റെ ഇബ്ലീസിയത്തിന്റെ മതത്തിലാണ്. നിങ്ങൾ നിലകൊള്ളുന്നത് ഒരിക്കലും വിശുദ്ധ ഖുർആനിന്റെ പാതയിലല്ല. പിന്നെയോ ഇക്കാണുന്ന പൊട്ട കിതാബുകളുടെ പാതയിലാണ്. ഖുർആനിലേക്ക് മടങ്ങണം, പ്രവാചകനിലേക്ക് മടങ്ങണം, തസവുഫിലേക്ക് മടങ്ങണം, ഇലാഹിലേക്ക് മടങ്ങണം, മുആവിയയിൽ നിന്ന് മുഖം തിരിക്കണം. അപ്പോഴേ വെളിച്ചം കാണുള്ളൂ. അപ്പോഴേ മുഹമ്മദിന്റെ നൂറാനിയത്ത് പ്രകാശിതമാവുകയുള്ളൂ. അപ്പോഴേ പ്രവാചകന്റെ ആ പ്രകാശം ഉള്ളിലേക്ക് കടക്കുള്ളൂ. മുആവിയയും മുഹമ്മദും ഒരു മനസ്സിൽ ഒന്നിക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് മുഹമ്മദിനെ സ്നേഹിക്കാം, അല്ലെങ്കിൽ മുആവിയയെ സ്നേഹിക്കാം. മുഹമ്മദിനെ സ്നേഹിക്കണമെങ്കിൽ മുആവിയയെ തള്ളിക്കളയണം, മാറ്റിവെക്കണം. മുആവിയയും മുഹമ്മദും ഒരു മനസ്സിൽ ഒരിക്കലും ഒന്നിക്കുകയില്ലെന്നെങ്കിലും അറിയണം. റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് പ്രസംഗിക്കുക, മുആവിയയെ താലോലിക്കുക. എങ്ങനെ സാധിക്കും? അത് ഇരുളും വെളിച്ചവും ഒന്നാകുമോ? ഒരിടത്ത് ഇരുട്ടിനും വെളിച്ചത്തിനും മേളിക്കാൻ സാധിക്കുമോ? സാധ്യമേ അല്ല. മുആവിയ പ്രവാചകന്റെ വിരുദ്ധ പക്ഷത്താണ്. മുആവിയ അലിയുടെ വിരുദ്ധ പക്ഷത്താണ്. മുആവിയ ഖുർആനിനെ കുന്തത്തിൽ കോർത്തവനാണ്, അല്ലേ? സിഫീൻ യുദ്ധത്തിൽ കുന്തത്തിൽ ഖുർആനിനെ കോർത്തു നിർത്തിയവൻ മുആവിയ. ഖുർആനിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആൾ അലി. ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാളുടെ പാതയിൽ പോകണോ, അതല്ല കുന്തത്തിൽ ഉയർത്തി അതിനെ തുളച്ചു കളഞ്ഞവന്റെ പാതയിൽ പോകണോ? ചിന്തിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഖുർആനിൽ വനിതകളായ പ്രവാചകകളെക്കുറിച്ചുള്ള സൂചനകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുരുഷ മേധാവിത്വം, പൗരോഹിത്യം, സ്ത്രീകളെങ്ങനെ പ്രവാചകകളാകും എന്ന് പറഞ്ഞ രംഗത്ത് വന്നു. അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്ത്രീകൾ മാത്രമല്ല കറുത്തവരും പ്രവാചകന്മാരായിട്ട് ആരും ഉയർത്തിക്കാണിക്കുന്നില്ല. അക്കൂട്ടത്തിലുള്ളയാളാണ് ലുഖ്മാൻ. അപ്പോൾ ഇതാ വന്നിരിക്കുന്നു ബിലാലിൻ്റെ കഥയും പൊക്കിപ്പിടിച്ച്. ബിലാലിനെ സഹാബിയാക്കിയില്ലേ? സഹാബിയാകാനേ പറ്റൂ കറുത്തവന്.
പ്രവാചകനാകാൻ പറ്റില്ല. ഇതാണ് കറുത്തവരോടുള്ള മനോഭാവം. ഈ അറേബ്യൻ ഗോത്ര ജനതയ്ക്ക് എപ്പോഴും അങ്ങനെയാണ്, കറുത്തവൻ അടിമയാണ്. അല്ലെങ്കിൽ ബിലാലിനെ കുറിച്ച് പറയുമ്പോഴെന്തിനാ അടിമയായ ബിലാൽ എന്ന് ഇപ്പോഴും പറയുന്നത്? ബിലാൽ അടിമയാണോ? ഏതോ കാലത്ത് അങ്ങനെ ആയിരിക്കാം. കറുത്തവനായ ബിലാലെന്നും എന്താണ് കറുത്തവനായ എന്ന് എടുത്തു പറയുന്നതിൻ്റെ അർത്ഥം കറുത്തവൻ പോരായ്മയുള്ളവനാണ്, കറുത്തവൻ കൊള്ളാത്തവനാണ്, കറുത്തവൻ ന്യൂനതകളുള്ളവനാണ്. അയാളെ പൊക്കിപ്പിടിച്ചു റസൂൽ എന്ന് പറയുമ്പോൾ കറുത്തവൻ എന്ന് പറയുന്ന എന്തോ ഒരു ന്യൂനതയുള്ളയാളെ പൊക്കിക്കൊണ്ടുവന്നു എന്നാണ്. കറുത്തവൻ മനുഷ്യനല്ലേ? അബൂബക്കർ സിദ്ദീഖും ബിലാലും തമ്മിൽ എന്ത് വ്യത്യാസം? ഉമറും ബിലാലും തമ്മിൽ എന്ത് വ്യത്യാസം? എന്തിനാണ് അങ്ങനെ പറയുന്നത്? പറയുന്നിടത്ത് പ്രശ്നമുണ്ട്. മനസ്സിലുള്ള സവർണ ബോധമാണ് അങ്ങനെ പറയിക്കുന്നത്. എന്തുകൊണ്ടാണ് ലുഖ്മാനിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാത്തത്? ഞാൻ ഉറച്ചു പറയുന്നു, ലുഖ്മാൻ കറുത്തയാളാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലുഖ്മാനിനെ പ്രവാചകനായിട്ട് എണ്ണാത്തത്. സുലൈമാൻ നബിയുടെ കൂടെ, ദാവൂദ് നബിയുടെ കൂടെ, യൂസുഫ് നബിയുടെ കൂടെ, യാക്കൂബ് നബിയുടെ കൂടെ എന്തുകൊണ്ട് ലുഖ്മാൻ നബി എണ്ണുന്നില്ല? കറുത്തയാളാണ്. വരേണ്യതയുണ്ട്, മനസ്സിലുണ്ട്. ചരിത്രം എഴുതിയവരുടെ മനസ്സിലുണ്ട്, രാജാക്കന്മാരുടെ മനസ്സിലുണ്ട്, അറേബ്യൻ തമ്പുരാക്കന്മാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കറുത്തവരെയും വനിതകളെയും പ്രവാചകന്മാരായിട്ട് എണ്ണാൻ ഇപ്പോഴും മനസ്സ് കാണിക്കാത്തത്. ഖുർആനിലുണ്ടായിട്ടും കറുത്ത പ്രവാചകനുണ്ടോ? ചുവപ്പിൽ വെളുപ്പ് കലർന്ന നിറം എന്നൊക്കെ പറയുന്നത്, സുന്ദരനായ എന്നൊക്കെ പറയുന്നത് അല്ലേ? യൂസുഫ് നബിയെ കുറിച്ച് പറയുമ്പോൾ എത്ര നാവാ പറയാൻ. മനുഷ്യന്റെ നിറം നോക്കിയിട്ട് മഹത്വം അളക്കുന്ന വൃത്തികെട്ട അധമബോധമുണ്ടല്ലോ, ആ ബോധം ഇപ്പോഴും നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കറുത്തവളായ മാരിയ അല്ലെങ്കിൽ അടിമയായ മാരിയ എന്നിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അടിമയായ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അടിമയായ ഹാജർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ ആർക്കും വ്യത്യാസമില്ലെങ്കിൽ ആ വ്യത്യാസമുണ്ടെന്ന് ധ്വനിപ്പിക്കുന്ന വാക്കുകൾ എന്തിന് പ്രയോഗിക്കണം? ഞാൻ ഉറച്ചു പറയുന്നു, ലുഖ്മാൻ പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകനായിട്ട് എണ്ണാത്തതിൻ്റെ കാരണം, ഈ പണ്ഡിത തമ്പുരാക്കന്മാരൊക്കെയും ലുഖ്മാനിനെ പ്രവാചകനായിട്ട് എണ്ണാത്തതിൻ്റെ കാരണം ഒന്ന് മാത്രമാണ്, അദ്ദേഹം കറുത്തയാളാണ് എന്നുള്ളതാണ്. മറിയമ്മിനെ എണ്ണാത്തത് സ്ത്രീ ആയതുകൊണ്ടെന്ന പോലെ, ഹാജറിനെ എണ്ണാത്തത് ആയി എന്ന കാരണം അതുകൊണ്ട് മാത്രം. ഇപ്പോഴും ഉണ്ട് ആ ബോധം. അതുകൊണ്ട് ബിലാലിനെ സഹാബിയാക്കിയിട്ട് മുമ്പിൽ നടത്തിയില്ല എന്നുള്ള വർത്താനൊന്നും പറയണ്ട. കാരണം ബിലാല് മറ്റൊരു വർഗത്തിൽ നിന്ന് വന്നയാളാണെന്ന് വിചാരിച്ച ആളല്ല റസൂൽ തന്നെ പോലെ കണക്കാക്കിയ ആളാണ്. അങ്ങനെ കറുകറുത്ത ബിലാൽ എന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ടല്ലോ, വരേണ്യബോധമാണ്, മനസ്സിന്റെ ഉള്ളിൽ അട്ടിപ്പേറായി കിടക്കുന്ന ജാഹിലിയത്തിന്റെ ബോധമാണ് അവന്മാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. തൊലിയുടെ നിറം നോക്കി മനുഷ്യനെ അളക്കുന്നവർ ഇവരൊക്കെയും പ്രവാചകന്മാരാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിറമുണ്ടായിരുന്നില്ല. അള്ളാഹു നിറം നോക്കിയിട്ടല്ല ആരെയും പ്രവാചകനാക്കിയത്. അള്ളാഹു നിറം നോക്കിയല്ല ആരെയും മഹത്വപ്പെടുത്തിയത്. അള്ളാഹു കുലം നോക്കിയോ ദേശം നോക്കിയോ ഭാഷ നോക്കിയോ അല്ല, മനുഷ്യനെന്ന ഒരൊറ്റ ഗുണം നോക്കിയാണ്. അവൻ്റെ ഉള്ളിലേക്ക് ഈ പ്രകാശം കടത്തിവിടാൻ അവൻ്റെ ഹൃദയം വിശാലമാണോ വിശുദ്ധമാണോ എന്ന് മാത്രമാണ് റസൂൽ അള്ളാഹു നോക്കിയത്. അങ്ങനെയാണ് പ്രവാചകന്മാരെയൊക്കെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് പ്രവാചകന്മാരായി തീർന്നത്. അതിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, കുറിയവരുണ്ട്, നീണ്ടവരുണ്ട്, ധനികരുണ്ട്, ദരിദ്രരുണ്ട്, പാമരന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരിലേക്ക് ജ്ഞാനം കടത്തിവിട്ടു, അള്ളാഹുവിൻ്റെ ഇൽമ കടത്തിവിട്ടു, മഅരിഫത്ത് കടത്തിവിട്ടു. അങ്ങനെയാണ് അവർ പ്രവാചകന്മാരായത്. ആക്കാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. മുആവിയ എഴുതി വെച്ച ചരിത്രമാണ് നമ്മുടെ കൈകളിലുള്ളത്. അവരൊക്കെ ഉണ്ടാക്കി എഴുതിച്ച ചരിത്രമാണുള്ളത്. ആ ചരിത്രത്തിൽ വെളുത്ത നിറമുള്ളവർക്ക്, മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക്, ചുവപ്പ് കലർന്ന നിറമുള്ളവർക്ക്, അവർക്കൊക്കെയാണ് സ്ഥാനം. ഒന്ന് പരിശോധിച്ച് നോക്കൂ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് മനസ്സിലാകും അത് കറുത്തവരുടെ ഇടം എവിടെയാണെന്ന് നിങ്ങൾ എഴുതിയ ചരിത്രത്തിൽ. അള്ളാഹു സത്യമായി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.